സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയും യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സിറിയ ഐസിസ് ഭീകരരെ പരാജയപ്പെടുത്തുന്നതിനുള്ള യു.എസ്. നേതൃത്വത്തിലുള്ള ആഗോള സഖ്യത്തിൽ ചേരുന്നതായി പ്രഖ്യാപിച്ചു. ലോകസഖ്യത്തിൽ ചേരുന്ന 90ാമത്തെ രാജ്യമാണ് സിറിയ. IS ഭീകരരെ ഉന്മൂലനം ചെയ്യുന്നതിനും വിദേശ തീവ്രവാദികളുടെ ഒഴുക്ക് തടയുന്നതിനും സിറിയ അമേരിക്കയുമായി പങ്കാളിത്തം സ്ഥാപിക്കുമെന്നും യു.എസ്. ഉദ്യോഗസ്ഥർ പറഞ്ഞു. സുരക്ഷ, സാമ്പത്തിക ഏകോപനം എന്നിവയ്ക്കായി അമേരിക്കയുമായി നയതന്ത്രബന്ധം പുനരാരംഭിക്കാൻ ഭീകരവാദത്തിനെതിരായ പോരാട്ടം സിറിയയെ അനുവദിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം സിറിയയുമായുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ നീക്കാനും നിക്ഷേപകർക്ക് വ്യക്തത നൽകാനും യു.എസ്. ട്രഷറി വകുപ്പ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ പുതിയ നടപടികൾ പ്രഖ്യാപിക്കും. യു.എസ്. വിദേശനയത്തിൽ വലിയൊരു മാറ്റം കുറിക്കുന്ന ഈ സന്ദർശനം ഒരു പുതിയ യുഗത്തിന്റെ ഭാഗമാണെന്ന് അൽ ഷാറ പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ യു.എസ്. ഭീകരനായി കണക്കാക്കിയിരുന്ന വ്യക്തിയായിരുന്നു അൽ ഷാറ. ഷാറയെ തീവ്രവാദ പട്ടികയിൽ നിന്ന് അമേരിക്ക നീക്കം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഷാറയുടെ സുപ്രധാന സന്ദർശനം. ദീർഘകാല ഭരണാധികാരി ബഷർ അൽ അസദിനെ കഴിഞ്ഞ വർഷം അവസാനം പുറത്താക്കിയ വിമതസേനയുടെ നേതാവായ ഷാറ 1946-ൽ മിഡിൽ ഈസ്റ്റേൺ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു ശേഷം വൈറ്റ് ഹൌസ് സന്ദർശിക്കുന്ന ആദ്യ സിറിയൻ നേതാവാണ്. 13 വർഷത്തെ യുദ്ധത്തിനു ശേഷം സിറിയയെ പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് അൽ ഷാറ. കഠിനമായ ഭൂതകാലം ഉള്ളതുകൊണ്ടാണ് ഈ നേതാവിന് സിറിയയെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുകയെന്ന് ട്രംപ് പറഞ്ഞു. ഷാറയുടെ ചരിത്രപ്രസിദ്ധമായ വൈറ്റ് ഹൌസ് സന്ദർശനത്തിലൂടെ സിറിയയെ അബ്രഹാം കരാറിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഒരു ദശാബ്ദത്തിലേറെ നീണ്ട ആഭ്യന്തര യുദ്ധത്തിനു ശേഷം സിറിയ വളരെ വിജയകരമാകണമെന്ന് ആഗ്രഹിക്കുന്നതായും ഷാറയ്ക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് താൻ വിശ്വസിക്കുന്നതായും ട്രംപ് പറഞ്ഞു. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള മിഡിൽ ഈസ്റ്റ് സമാധാന കരാറിനുള്ള തന്റെ പദ്ധതിയുടെ വലിയ ഭാഗം സിറിയയാണെന്നും സ്ഥിരവും വിജയകരവുമായ ഒരു സിറിയ ഉണ്ടായിരിക്കുക എന്നത് മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും വളരെ പ്രധാനമാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.